ടേബിൾ ഡെക്കോർന്നോ ഓർഗനൈസറെന്നോ എന്ത് വേണേലും വിളിക്കാം. ഇതാണ് ആള്. ഒരു പേപ്പർ ഗ്ലാസ് എടുക്കണം, എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പുറത്തുനിന്ന് അകത്തോട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഒരു എസ്തെറ്റിക് ലുക്കിന് വാങ്ങിയ സിസേഴ്സ് ആണ്, ബട്ട് ലുക്ക് മാത്രമേ ഉള്ളൂ. ഗ്ലാസിന് ചുറ്റും കട്ട് ചെയ്തതിനു ശേഷം ഗ്ലാസ് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കണം. ഇനി ഒരു ത്രെഡോ ജൂട്ടോനോ എടുത്ത് ഗ്ലാസിന്റെ അടിഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. വീഡിയോ കാണുന്ന പോലെ ടോയിൻ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഒരു റൗണ്ട് എത്തുമ്പോൾ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. അതായത് ആദ്യത്തെ തവണ പേപ്പറിന്റെ അടിയിൽ കൂടിയും നെക്സ്റ്റ് മുകളിൽ കൂടിയല്ലേ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവുമ്പോൾ 2 തവണ മുകളിൽ കൂടി എടുക്കണം. ദെൻ പഴയ പാറ്റേൺ ഫോളോ ചെയ്യണം. ഇതിപ്പോ എന്തിനാന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്ലാസ് ഫുള്ള് കവർ ആയിട്ട് ജൂട്ട് വരത്തുള്ളൂ. ഇനിയൊന്നുമില്ല, ഈ സെയിം പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക. ഒരു 3-4 റൗണ്ട് ആകുമ്പോൾ ഗ്ലാസ് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. എഗെയിൻ സെയിം പ്രോസസ് തന്നെ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ എഡ്ജ് വേണമെങ്കിൽ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി സെയിം മെറ്റീരിയൽ കൊണ്ട് ഞാനൊരു പിടി കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്ത് ക്രാഫ്റ്റ് ചെയ്താലും അതിനൊന്ന് അലങ്കാരപ്പണി നടത്തണം. ഇത്തവണ വലിച്ചു വാരി ഒട്ടിച്ച് കുളമാക്കിയിട്ടില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ടേബിൾ ഡെക്കോറോ ഓർഗനൈസറോ എന്തായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇതിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് വാഷി ടേപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം.